നമസ്കാരം. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ ഹിന്ദു വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ മുസ്ലിം വനിതയെ സ്ഥാനാർത്ഥിയാക്കിയാണ് രാഷ്ട്രീയ നീക്കം. കണ്ണൻകുളങ്ങര സ്വദേശിയും എഴുത്തുകാരിയുമായ മുംതാസ് താഹയാണ് BJP പ്രതിനിധിയായി ജനവിധി തേടുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ കണ്ണൻകുളങ്ങരയിൽ BJPയുടെ മുസ്ലിം സ്ഥാനാർത്ഥി 80 വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നുവെന്ന അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകമുള്ള, പ്രത്യേകിച്ചും കേരളത്തിലാകുമ്പോൾ അങ്ങേയറ്റം വലിയ രാഷ്ട്രീയ ആദ്യത്തെ സംഭവമായിരിക്കും. കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്, ഉറപ്പായിട്ടും സംശയിക്കേണ്ടല്ല, ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ കേരളത്തിൽ അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമാണ്. മുൻപ് പല തെരഞ്ഞെടുപ്പിലും മുസ്ലിം സ്ഥാനാർത്ഥികളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് മത്സരിച്ചിട്ടുണ്ട്, അതും മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള മലപ്പുറത്ത് പോലും. പക്ഷേ ആരും ജയിച്ചിട്ടില്ല, അവർ ജയിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്നാണ് ഈ മുംതാസ് താഗ എന്ന BJP സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ ജയിച്ചു കയറിയിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷനിലേക്കാണ്. ഇനി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇവരൊരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യമുണ്ട്, മോദി മന്ത്രിസഭയിൽ എന്തുകൊണ്ടൊരു മുസ്ലിം മന്ത്രിയില്ല, MP ഇല്ല എന്നൊക്കെ. ജയിച്ചാൽ അല്ലെങ്കിൽ ജയിപ്പിച്ചാലല്ലേ മന്ത്രിയാവാൻ പറ്റൂ ഒരു മുസ്ലിമിന്? നിർത്തിക്കൊടുത്താലും അവർ ജയിപ്പിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മന്ത്രിയാക്കാൻ പറ്റുക? വീട്ടിൽ ഇരിക്കുന്നവരെ പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റുമോ? ആദ്യം അതിനുവേണ്ടി പ്രവർത്തിക്കണം, പിന്നീട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ മാത്രം പോരാ, വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക കൂടെ വേണം. ഇതൊന്നും നിങ്ങൾ ചെയ്യില്ല, കുറ്റം പറയാൻ മാത്രം അറിയാം. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള, അതായത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് നിർത്തിയാൽ നിങ്ങൾ ജയിപ്പിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി BJP ജയിപ്പിച്ചെടുത്തിരിക്കുന്നു. അതൊരു ചരിത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിന് പുറത്ത് രാജ്യത്ത് മറ്റ് പലയിടത്തും നോക്കിയാൽ BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട്, MLA മാരും ഉണ്ട്. അതവർക്കൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. മുൻപ് കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്, അതൊന്നും അവർക്കൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇവിടെ വലിയ പാടായിരുന്നു. ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്താൽ പോലും അവർ ജയിപ്പിക്കില്ലായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ BJPക്ക് വേണ്ടിയിട്ട് പ്രഗത്ഭരായിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾ വരെ മത്സരിച്ചിട്ടുണ്ട്, AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ളവർ. പക്ഷേ ആരും ജയിക്കുകയുണ്ടായില്ല. അവിടെയാണ് ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, അത് മലപ്പുറത്തുനിന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തു നിന്നല്ല, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക്, മുംതാസ് താഹ എന്ന വ്യക്തിക്ക്, ഹിന്ദുക്കളെല്ലാം കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നു എന്ന അപൂർവതയാണ് അതിലുള്ളത്. ചില മാറ്റങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സൂചന കൂടിയാണ്. BJPയുടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കണമെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷത്തെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല, അവർ വോട്ട് ചെയ്യില്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്താണെങ്കിൽ ജയിച്ചു കയറാം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മോദിയുടെ മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമാരില്ല എന്നവർ വിമർശിക്കുന്നത് വെറും വിമർശനം മാത്രമാണ്, അതിലൊരു കഴമ്പുമില്ല. ആ കഴമ്പുണ്ടാവുമായിരുന്നു അവരുടെ മണ്ഡലങ്ങളിൽ, അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നിർത്തിയിട്ട് ജയിച്ചിട്ടും മന്ത്രിയാക്കിയില്ലെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ തോൽപ്പിച്ച ഒരാളെ മന്ത്രിയാക്കണം എന്ന് പറയുമ്പോൾ അതിലൊട്ടും ന്യായമില്ല. ആ വിമർശനം ഇനി കേരളത്തിൽ പോലും ചിലവാകില്ല എന്നതിൻ്റെ തെളിവാണ് ഇതാ ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ച് BJPയുടെ കൗൺസിലറായിരിക്കും.